ഹായ്, എല്ലാവർക്കും ടോക്ക് വിത്ത് അഞ്ജലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു ടെസ്റ്റിൻ്റെ ആവശ്യമില്ലെന്ന് ജംഷീനയ്ക്കറിയാം. അവൾക്കത് ഉറപ്പായിരുന്നു. എന്നാലും പ്രവീൺ കൊണ്ടുവന്ന കാർഡുമായി അവൾ ബാത്റൂമിലേക്ക് കയറി. അവൾ ടെസ്റ്റ് ചെയ്തു. കാര്യം ഉറപ്പായി. അവൾ ഗർഭിണിയാണ്. വിറച്ചുകൊണ്ട് അവൾ ചുവരിലേക്ക് ചാരി. ഇതിൻ്റെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കുമെന്ന് ജംഷീനയ്ക്കറിയാം. ഭർത്താവ് ഗൾഫിലുള്ള താൻ ഗർഭിണിയായത് പുറത്തറിഞ്ഞാൽ ചില്ലറ പ്രശ്നമൊന്നുമല്ല ഉണ്ടാകുക. തൻ്റെ ജീവിതം തന്നെ തകരും. ബാത്റൂമിൻ്റെ ചാരവാതിൽ തുറന്ന് പ്രവീൺ ഉള്ളിലേക്ക് നോക്കി. ഇത്ത, എന്തായി? പരിഭ്രമത്തോടെ പ്രവീൺ ചോദിച്ചു. പോസിറ്റീവാ പ്രവി, പേടിയോടെ ജംഷീന പറഞ്ഞു. എൻ്റെ ഈശ്വര, ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ അകത്തേക്ക് വേണ്ട എന്ന്. ഇനിയിപ്പോൾ എന്ത് ചെയ്യൂത്ത? പ്രവീൺ ആകെ പേടിച്ചിരുന്നു. ജംഷീനയും. രണ്ടാൾക്കും എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലായില്ല. ഭർത്താവ് 1 വർഷമായി ഗൾഫിലുള്ള 2 കുട്ടികളുടെ ഉമ്മയായ ജംഷീനയാണ് കാമൂരിൽ നിന്നും ഗർഭം ധരിച്ചിരിക്കുന്നത്. ഇതെങ്ങാനും നാട്ടുകാരറിഞ്ഞ, ബന്ധുക്കൾ അറിഞ്ഞ, ഗൾഫിലുള്ള ഭർത്താവ് അറിഞ്ഞ. ഷോ, രവി നീ ഇപ്പോൾ പൊക്കോ, ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം, ജംഷീന പറഞ്ഞു. പിന്നെ ഒന്നും പറയാൻ നിൽക്കാതെ പ്രവീൺ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി. ജംഷീനയുടെ ഭർത്താവ് സലീമിൻ്റെ ഉമ്മ ഹാജറ ബേബി പുറത്തിരുന്ന് പത്രം വായിക്കുന്നുണ്ട്. പൈപ്പ് ശരിയായോ പ്രവി? പ്രവീണെ കണ്ട് അവർ ചോദിച്ചു. ആ, ശരിയായി ഉമ്മ, എന്തോ വന്നടഞ്ഞതാ, പ്രവീൺ പറഞ്ഞു. ആ പെണ്ണ് ഉച്ചയ്ക്ക് ശേഷം ചെവിതല കേൾപ്പിച്ചിട്ടില്ല. എന്തായാലും ശരിയായല്ലോ. ആ, ഞാനെന്നാ പോട്ടെ ഉമ്മ. മറുപടിക്ക് കാത്തു നിൽക്കാതെ പ്രവീൺ പുറത്തേക്കിറങ്ങിപ്പോയി. ജംഷി! അമ്മായിമ്മയുടെ വിളി കേട്ട് ജംഷീന വേഗം മുറിയിൽ നിന്നും ഇറങ്ങി. എന്താ ഉമ്മ? പൈപ്പ് ശരിയായില്ലേ? ആ, ശരിയായി ഉമ്മ. അത് പറയുമ്പോൾ അവൾക്ക് കരച്ചിൽ വരുന്നുണ്ടായിരുന്നു. എന്നാ ഒരു ചായ ഉണ്ടാക്ക് ജംഷി, അമ്മായിമ്മ പറഞ്ഞു. ആ, ശരി ഉമ്മ. അതും പറഞ്ഞ് അവൾ അകത്തേക്ക് പോയി. ഉമ്മ നിർത്തിവെച്ച പത്രം വായന തുടർന്നു. 28 വയസ്സുള്ള ജംഷീനയുടെ ഭർത്താവ് സലീം അവളെ കല്യാണം കഴിക്കുമ്പോഴേ പ്രവാസിയാണ്. 2 വർഷത്തിലൊരിക്കലാണ് അവൻ ലീവിന് വരുന്നത്. ഭർത്താവിനെ കൊതിയോടെ കാത്തിരിക്കുന്ന ജംഷീനയ്ക്ക് 2 വർഷത്തിൽ കിട്ടുന്ന 2 മാസം ഒന്നിനും തികയുന്നില്ലെങ്കിലും അവൾ പിടിച്ചു നിന്നിരുന്നു. ലീവിന് വരുന്ന 2 മാസം സലീമും ജംഷീനയും നന്നായി ആഘോഷിച്ചു. ഭർത്താവില്ലാത്ത 2 വർഷം അവൾക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു. എങ്കിലും അവൾ പേരുദോഷമൊന്നും കേൾപ്പിക്കാതെ അടങ്ങി ജീവിച്ചു. ആയിടയ്ക്കാണ് അവരുടെ പഴയ വീട് പൊടിച്ചു പണിതത്. എല്ലാ പണിയും തീർത്തു കഴിഞ്ഞ മാസമാണ് പുതിയ വീട്ടിലേക്ക് താമസം മാറിയത്. വീടിൻ്റെ വയറിങ്ങും പമ്പിങ്ങും ചെയ്തത് നാട്ടുകാരൻ തന്നെയായ പ്രവീണാണ്. ആ പണി തീർന്നപ്പോഴേക്കും ജംഷിയും പ്രവീണും തമ്മിൽ അരുതാത്തൊരു ബന്ധം തുടങ്ങിയിരുന്നു. ജംഷീനയ്ക്ക് എല്ലാത്തിനോട് ആഗ്രഹമുണ്ടെങ്കിലും ഇങ്ങനൊരു ബന്ധമുണ്ടാവുമെന്ന് അവൾ ഒരിക്കലും വിചാരിച്ചതല്ല. പക്ഷെ പ്രവീണിൻ്റെ സംസാരത്തിൽ അവൾ വീണുപോയി. എല്ലാം നൽകുകയും ചെയ്തു. ഭർത്താവിൻ്റെ ഉമ്മയും കുട്ടികളും വീട്ടിലുണ്ടെങ്കിലും അതൊന്നും പ്രവീണിനെ വീട്ടിലേക്ക് വിളിക്കാൻ അവൾക്ക് തടസ്സമുണ്ടായില്ല. മിക്കവാറും എല്ലാ രാത്രികളിലും പ്രവീൺ വരും, ചിലപ്പോൾ പകലുകളിലും. പ്രവീണിന് ഒരു ബമ്പർ ലോട്ടറി തന്നെയായിരുന്നു ജംഷീന. 2 ദിവസം ജംഷീന വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. കൂടുതൽ സമയവും കരച്ചിൽ തന്നെയായിരുന്നു. കരഞ്ഞ വീർത്ത മുഖം ഉമ്മ കാണാതിരിക്കാനായി അവൾ നന്നായി പരിശ്രമിക്കേണ്ടി വന്നു. ഇതിനെന്താണൊരു പരിഹാരമെന്നവൾ ഉറങ്ങാതെ ചിന്തിച്ചു. ഇനി ദിനം പ്രതി വയറ് വീർക്കും, എല്ലാവരും അറിയും. അതിനു മുമ്പ് പരിഹാരം കാണണം. പുറത്തറിഞ്ഞാൽ മരിക്കേണ്ടി വരും. പ്രവീണോടല്ലാതെ വേറൊരാളോടും ഇതിനുള്ള പരിഹാരം ചോദിക്കാനോ ആകില്ല. തങ്ങൾ 2 പേരല്ലാതെ വേറൊരാൾ ഇതറിയാനും പാടില്ല. ഒരു വഴി മാത്രമേ ഇതിനൊരു പരിഹാരമായിട്ടുള്ളൂ. പക്ഷേ അതെങ്ങനെയാണെന്നോ എവിടെ പോകണമെന്നോ അവൾക്കറിയില്ല. പ്രവീണിനും അതേപ്പറ്റി യാതൊരു അറിവുമില്ല. അവൻ കുറച്ചൊക്കെ അന്വേഷിച്ചെങ്കിലും ഒന്നും നടന്നില്ല. പേടിച്ചും വിറച്ചും ജംഷീന 2 ദിവസം കൂടി തള്ളി നീക്കി. മൂന്നാമതൊരാളുടെ സഹായം കൂടിയേ തീരൂ എന്നുറപ്പായപ്പോഴാണ് ജംഷീന വേറൊരാളുടെ സഹായം തേടിയത്. വേറെ നിവൃത്തിയില്ലായിരുന്നു അവൾക്ക്. അവളുടെ കൂടെ പഠിച്ച കൂട്ടുകാരിയാണ് പ്രിയ.
രണ്ടാളും രണ്ട് നാട്ടുകാരാണെങ്കിലും അവരെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നത് ഒരേ നാട്ടിലേക്കാണ്. അവരിപ്പോഴും നല്ല സുഹൃത്തുക്കളാണ്. വീട്ടിലേക്ക് വരവും പോക്കുമൊക്കെ ഉണ്ട്. പ്രിയയെ സമീപിച്ചാൽ തൻ്റെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുമെന്ന് ജംഷീനയ്ക്കറിയാം. പഠിക്കുന്ന കാലത്തെ ഏത് വലിയ പ്രതിസന്ധിയും പുഷ്പം പോലെ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് പ്രിയയ്ക്കുണ്ട്. തൻ്റെ പ്രശ്നങ്ങൾ അവളോട് പറയല്ലാതെ വേറെ വഴിയില്ല. അവൾ തന്നെ കുറ്റപ്പെടുത്തിയേക്കാം, ചീത്ത പറഞ്ഞേക്കാം, കളിയാക്കിയേക്കാം. അതിന് കാരണവുമുണ്ട്. പ്രിയയുടെ ഭർത്താവും ഗൾഫിലാണ്. അവൾക്കും ചെറുപ്പത്തിൽ തന്നെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു. പക്ഷേ കല്യാണത്തിന് ശേഷം ഭർത്താവ് ഗൾഫിലേക്ക് പോയത് അവൾക്ക് തീരെ സഹിക്കാനായില്ല. ഒരിക്കലും ഒരു ഗൾഫുകാരനെ കല്യാണം കഴിക്കില്ലെന്ന് പ്രിയ തീരുമാനിച്ചിരുന്നതാണ്. നാട്ടിൽ തന്നെ കൂലിപ്പണിയെടുക്കുന്ന ഒരുത്തിനെ തന്നെയാണ് അവൾ കല്യാണം കഴിച്ചത്. പക്ഷേ ജീവിതം പച്ചപിടിക്കാനായി അവന് ഗൾഫിലേക്ക് പോകേണ്ടി വന്നു. ജംഷിയെ കാണുമ്പോഴൊക്കെ പ്രിയയ്ക്ക് പറയാനുള്ളതും അവളുടെ ആഗ്രഹങ്ങളെക്കുറിച്ചാണ്. ആരെയെങ്കിലും ഒന്ന് നോക്കിയാലോ എന്ന് വരെ പ്രിയ പലവട്ടം ജംഷിനോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും അവളെ ജംഷിന് സമ്മതിച്ചില്ല. പ്രിയയെ പറഞ്ഞ് അവൾ മനസ്സിലാക്കുകയും ചെയ്തു. അതുമാത്രമല്ല, തനിക്കിതിനോട് ഒട്ടും താല്പര്യമില്ലെന്ന് ജംഷിന് പ്രിയയോട് തീർത്ത് പറഞ്ഞിട്ടുമുണ്ട്. ആ പ്രിയയോടാണ് താൻ ഗർഭിണിയാണെന്നും തനിക്ക് ഒരു സഹായം വേണമെന്നും പറയുന്നത്. വേറെ നിവർത്തിയില്ല. അവളുടെ വായിരിക്കുന്ന മുഴുവൻ കേൾക്കേണ്ടി വരും. എന്നാലും വേണ്ടില്ല. അധികം പുറത്തിറങ്ങാത്ത തനിക്ക് ഇതേപ്പറ്റി ഒന്നും അറിയില്ല. പക്ഷെ പ്രിയയ്ക്ക് തന്നെ സഹായിക്കാനാവും. ഇടയ്ക്ക് പ്രിയയുടെ വീട്ടിലേക്ക് പോകുന്നത് കൊണ്ട് ഉമ്മയുടെ സമ്മതം വാങ്ങാൻ വലിയ പ്രയാസം ഉണ്ടായില്ല. മക്കളെ ഉമ്മയെ ഏൽപ്പിച്ച് ജംഷിന് രാവിലെ തന്നെ തൻ്റെ സ്കൂട്ടിയിൽ പ്രിയയുടെ വീട്ടിലേക്ക് പോയി. പ്രിയയുടെ വീട്ടിൽ അവളും രണ്ട് മക്കളും മാത്രമേ ഉള്ളൂ എന്നത് സൗകര്യമാണ്. സ്വസ്ഥമായി സംസാരിക്കാം. അവിടെ എത്തിയപ്പോൾ പ്രിയ മുറ്റം തൂക്കുകയാണ്. സ്കൂട്ടറിൻ്റെ ശബ്ദം കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. ഒറ്റ കൂട്ടുകാരെ കണ്ട് ചൂല് നിലർത്തിട്ട് പ്രിയ അടുത്തേക്ക് വന്നു. എന്താടി ജംഷി ഈ കാലത്ത് തന്നെ? ചിരിയോടെ പ്രിയ ചോദിച്ചു. പിന്നെയാണ് പ്രിയ അവളുടെ മുഖഭാവം ശ്രദ്ധിച്ചത്. കരഞ്ഞു കലങ്ങിയ കണ്ണുകളും വീർത്ത കവിളുകളും. എന്താടി, എന്താ ജംഷി, എന്തു പറ്റി? പ്രിയ അത് ചോദിച്ചതും ജംഷിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. വാ, നീ അകത്തേക്ക് വാ. പ്രിയ അവളുടെ കയ്യിൽ പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. ബെഡ്റൂമിൽ മക്കൾ ഉറങ്ങിക്കിടക്കുന്നത് കൊണ്ട് വേറൊരു മുറിയിലേക്കാണ് അവർ പോയത്. ജംഷിയെ അവളൊരു കസേരയിലേക്ക് ഇരുത്തി. എന്താടി പറ, എന്താ നിന്റെ പ്രശ്നം? കെട്ടിയോൻ ഫോണിലൂടെ വഴക്ക് പറഞ്ഞോ, അതോ അമ്മായിമ്മ പോരെടുത്തോ? തമാശ രൂപേണയാണ് പ്രിയ ചോദിച്ചത്. എന്നാൽ അത് കേട്ടതോടെ ജംഷി പൊട്ടിക്കരഞ്ഞു. പ്രിയ ആകെ പേടിച്ചുപോയി. എന്താടി, എന്തിനാ നീ കിടന്ന് മൂങ്ങുന്നേ? നിന്റെ ആരെങ്കിലും ചത്തോ? പ്രിയയ്ക്ക് ദേഷ്യം വന്നു. ജംഷി ഒന്നും മിണ്ടാതെ കരച്ചിൽ തന്നെ. പ്രിയ വേഗം പോയി മുൻവാതിൽ കുറ്റിയിട്ട് വന്നു. എൻ്റെ ജംഷി, നീ കാര്യം പറ, എന്താ സംഭവിച്ചത്? ഇങ്ങനെ കരയാൻ മാത്രം എന്താ പ്രശ്നം? അവളുടെ കരച്ചിലിൻ്റെ കാരണം മനസ്സിലാവാനിട്ട് പ്രിയയ്ക്ക് വേവലാതിയായി. ഇത് വലിയെന്തോ പ്രശ്നമാണെന്ന് അവൾക്ക് തോന്നി. ഓഫ്, എൻ്റെ പൊന്നു ജംഷി, നീ ആളെ പേടിപ്പിക്കാതെ കാര്യം പറയടി. അവളുടെ കയ്യിൽ പിടിച്ച് പ്രിയ പറഞ്ഞു. പിന്നെ ആ കൈയിലേക്ക് മുഖമമർത്തിയായി ജംഷിയുടെ കരച്ചിൽ. പിന്നെ പ്രിയൊന്നും ചോദിച്ചില്ല. ജംഷി കരഞ്ഞു തീരുന്നവരെ അവൾ കാത്തിരുന്നു. പൊട്ടിക്കരഞ്ഞ ജംഷിയുടെ സ്വരം നേർത്തു വന്നു. അതൊരു തേങ്ങലായി മാറി. അവൾ തല ഉയർത്തി പ്രിയയുടെ മുഖത്തേക്കൊന്ന് നോക്കി. പിന്നെ തേങ്ങിക്കൊണ്ട് എല്ലാം പറഞ്ഞു. പ്രിയ വിശ്വസിക്കാനാവാതെയാണ് എല്ലാം കേട്ടത്. എല്ലാം പറഞ്ഞ ജംഷി വീണ്ടും കരഞ്ഞു. പ്രിയ നെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. ഇതാണ് ജംഷിയുടെ പ്രശ്നമെന്ന് അവൾ ഊഹിച്ചതേയില്ല. ജംഷിക്ക് ഒരു കാമുകനുണ്ടെന്നും ഇങ്ങനെയെല്ലാം സംഭവിച്ചെന്നും അവൾ പറഞ്ഞിട്ടും പ്രിയയ്ക്ക് വിശ്വാസമായില്ല. ജംഷി ഒരിക്കലും അത് ചെയ്യില്ലെന്നാണ് അവൾ വിചാരിച്ചിരുന്നത്. താൻ ഒരുപാട് പറഞ്ഞിട്ടും വേറൊരു ബന്ധത്തിന് അവൾക്ക് സമ്മതമല്ലായിരുന്നു. അതൊക്കെ പോട്ടെ, അവളുടെ ആവശ്യം കേട്ടപ്പോഴാണ് പ്രിയ ശരിക്കും ഞെട്ടിയത്. അതവൾക്ക് എങ്ങനെയെങ്കിലും ഒഴിവാക്കണമെന്ന്, അതിന് താൻ സഹായിക്കണമെന്ന്. ജംഷി, എനിക്കിത് വിശ്വസിക്കാനേ പറ്റുന്നില്ലടി. ഇതൊക്കെ എപ്പോ? നീ തമാശ പറയല്ലല്ലോ? ഞാൻ പറഞ്ഞത് കേട്ട് നിനക്കത് തമാശയായി തോന്നിയോ പ്രിയ? തേങ്ങളോടെ ജംഷിനെ ചോദിച്ചു. അത് സത്യം തന്നെയാണെന്ന് പ്രിയക്ക് ഉറപ്പായി.
മിഞ്ഞാന്നാണ് ടെസ്റ്റ് ചെയ്ത് നോക്കിയത്. എനിക്കൊരു സംശയമുണ്ടായിരുന്നു. ടെസ്റ്റ് ചെയ്തപ്പോൾ ഉറപ്പായി. എന്നാലും എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ലടി ജംഷി. കെട്ടിയോൻ വരുമ്പോൾ മാത്രം മതിയെന്ന് പറഞ്ഞ നിനക്കാണോടി ഇങ്ങനെ ഒരബദ്ധം പറ്റിയത്? അത് പറ്റിപ്പോയി പ്രിയ, പറ്റിപ്പോയി. ജംഷീനയ്ക്ക് കരച്ചിലെടുക്കാൻ സാധിക്കുന്നുണ്ടായില്ല. എത്ര തവണ? ഒന്നോ രണ്ടോ? അതോ ആദ്യത്തെ പ്രാവശ്യത്തിൽ തന്നെ? പ്രിയ ചോദിച്ചു. അതിന് മറുപടിയൊന്നും പറയാതെ ജംഷീന താഴേക്ക് നോക്കി. പിന്നെ പതിയെ പറഞ്ഞു, ഒരുപാട് തവണ. പ്രിയ അതിശയിച്ചു പോയി. മിണ്ടാപ്പൂച്ചയാണ് ഇപ്പോൾ കലം മുടിച്ചിരിക്കുന്നത്. നിനക്ക് ബുദ്ധിയില്ലേ ജംഷി? പ്രിയ കുറച്ച് കലിപ്പോടെ അവളോട് ചോദിച്ചു. ഇന്നത്തെ കാലത്ത് എല്ലാത്തിനും മാർഗങ്ങളുണ്ട്. അതൊന്നും അറിയില്ല നിനക്ക്? അത് പ്രിയ, ഞാനിനി എന്താ ചെയ്യുക? ഇതെങ്ങാനും പുറത്തറിഞ്ഞാൽ ഞാൻ മരിക്കേണ്ടി വരും. നീ എനിക്ക് ഒരു മാർഗം പറഞ്ഞതാടി. ജംഷീൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എന്തായാലും പറ്റേണ്ടത് പറ്റി. ഇനി എന്ത് ചെയ്യാനാ നീ ഉദ്ദേശിക്കുന്നത്? അത് ഇതെങ്ങനെയെങ്കിലും ഒഴിവാക്കണം. വേറെ മാർഗമില്ല. അതിന് നീ എന്നെ സഹായിക്കണം. ഏ, ഞാനോ? ഞാനെങ്ങനെ സഹായിക്കാൻ? പ്രിയ ചോദിച്ചു. അതൊന്നും എനിക്കറിയില്ലടി. എനിക്കെങ്ങനെയെങ്കിലും ഇതൊന്ന് ഒഴിവാക്കണം, ഇന്ന് തന്നെ. ഇല്ലെങ്കിൽ പിന്നെ ഈ ലോകത്ത് ഞാൻ ഉണ്ടാകില്ല. താൻ എങ്ങനെ ഇവളെ സഹായിക്കുമെന്ന് പ്രിയക്ക് മനസ്സിലായില്ല. ഇതിന് ഒരു ഡോക്ടറെ കാണണം. പക്ഷേ ഇതൊരു സാധാരണ പോലെയല്ലല്ലോ. പിന്നെ ഒരുമാതിരിപ്പെട്ട ഡോക്ടർമാരൊന്നും ഇതെടുക്കുകയുമില്ല. പ്രിയേ, എന്താടി ചെയ്യുക? എങ്ങോട്ടാ ഞാൻ പോവേണ്ടത്? നിനക്ക് ഏതെങ്കിലും ഡോക്ടറെ പരിചയമുണ്ടോ? പ്രിയ ഇല്ലെന്ന് തലയാട്ടി. ജംഷീന വീണ്ടും കരയാൻ തുടങ്ങി. ജംഷി, ഇതെല്ലാ ഡോക്ടർമാരും ചെയ്ത് തരില്ല. ചെയ്യുന്നവരുണ്ട്. പക്ഷേ അങ്ങനെയുള്ളൊരു ഡോക്ടറെ നമുക്ക് രണ്ടാൾക്കും പരിചയമില്ല. എന്താ ഇപ്പോൾ ചെയ്യുക? പ്രിയ കുറച്ചു നേരം ആലോചിതയായി. പെട്ടെന്ന് അവൾ കുസൃതിയോടെ ജംഷിയെ നോക്കി. അല്ല, അത് പോട്ടെ. ആരാ നിനക്ക് ഈ സമ്മാനം തന്ന കാമുകൻ? അയാൾ വിചാരിച്ചാൽ ഒരു ഡോക്ടറെ കണ്ടുപിടിക്കാൻ കഴിയില്ലേ ജംഷി? പ്രിയ അത് ചോദിച്ചതും പറയണോ വേണ്ടോ എന്ന് ജംഷി കുറച്ചു നേരം ചിന്തിച്ചു. അല്ലെങ്കിലും ഇവളോട് പറയാതിരുന്നിട്ട് എന്ത് കാര്യം? അവൾ പ്രവീണെ പരിചയപ്പെട്ടത് മുതലുള്ള എല്ലാ കാര്യങ്ങളും പ്രിയോട് പറഞ്ഞു. അവന് തലവേദനയ്ക്ക് ഏത് ഡോക്ടറെ കാണേണ്ടെന്ന് പോലും അറിയില്ല. പിന്നെ ഇത് അത്രയും കൂടി പറഞ്ഞാണ് ജംഷി പ്രവീണെ പരിചയപ്പെടുത്തിയത്. കൊച്ചുപയ്യനാണോടി? പ്രിയയുടെ ചോദ്യത്തിൽ ഒരുതരം ആകാംക്ഷയുണ്ടായിരുന്നു. ജംഷി തലയാട്ടി. എന്നാലും നീ ഇത് ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല മോളെ. ഇന്നാള് നമുക്കൊരാളെ നോക്കിയാലൊന്നും ചോദിച്ചപ്പോൾ എന്തായിരുന്നു നിന്റെ ബഹളം? എന്നെ ചീത്ത പറഞ്ഞിട്ടല്ലേടി നീ ഇവിടെ നിറങ്ങിപ്പോയത്? എന്നിട്ടവൾ ഒറ്റയ്ക്ക് പോയി വന്നിരിക്കുന്നു. പ്രിയ തൻ്റെ ഈർഷ്യ ആ സമയത്ത് ജംഷിയോട് പ്രകടിപ്പിച്ചു. അവൾ പറയുന്നതെന്തും കേൾക്കാൻ വിധിക്കപ്പെട്ട ജംഷി മിണ്ടാതെയിരുന്നു. പ്രിയ പിന്നെയും കുറച്ചു നേരം ആലോചനയിൽ മുഴുകി. എടി, ഇത് വേറെ ആരെങ്കിലും അറിഞ്ഞാൽ നിനക്ക് പ്രശ്നമുണ്ടോ? പ്രിയ ചോദിച്ചു. പിന്നെ പ്രശ്നമല്ലേ? ഇത് വേറെ ആരെങ്കിലും അറിയാൻ പറ്റിയ കാര്യമാണോടി? ജംഷി ചോദിച്ചു. എടി, പക്ഷേ നമ്മൾ രണ്ടാളും വിചാരിച്ചാൽ ഇത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരാളുടെ സഹായം വേണ്ടി വരും, പ്രിയ പറഞ്ഞു. ആരുടെ? ഒരാളുണ്ട്, പറയാം. ആ ജംഗ്ഷനിലെ ഓട്ടോക്കാരനാണ് രഘു. 32 വയസ്സുണ്ട്. ഒട്ടുമിക്ക സ്ത്രീകളും രഘുവിനെയാണ് ഓട്ടത്തിൽ വിളിക്കുന്നത്. കുട്ടികളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ അവിടുത്തെ കാര്യമെല്ലാം രഘു ഓടി നടന്ന് ശരിയാക്കും. എത്ര നേരം കാത്തിരുന്നാലും അവന് പ്രശ്നമില്ല. മാന്യമായി സ്ത്രീകളോട് പെരുമാറും. ഭാര്യമാരെ രഘുവിനോടൊപ്പം വിടാൻ ഭർത്താക്കന്മാർക്കും പേടിയില്ല. രഘുവിനെ എല്ലാവർക്കും വിശ്വാസമാണ്. അവൻ കല്യാണം കഴിച്ചിട്ടില്ല, പക്ഷേ നല്ല ആരോഗ്യവാനാണ്. കാണാനും തെറ്റില്ല. ഹൃദ്യമായ പെരുമാറ്റവും. എന്നാൽ ഭാര്യമാരെ ധൈര്യത്തോടെ രഘുവിനോടൊപ്പം വഴക്കുന്ന ഭർത്താക്കന്മാർക്ക് അറിയാത്തൊരു കാര്യമുണ്ടായിരുന്നു. വളയുമെന്നൊരു ചെറിയ സൂചന കിട്ടിയാൽ അവൻ ഏത് പെണ്ണിനെയും വളച്ചിരിക്കും. അതാണ് അവളുടെ പ്രശ്നം. ഭർത്താക്കന്മാർ ഗൾഫിലുള്ള ഭാര്യമാരെ മാത്രമല്ല, ഭർത്താവിനോടൊപ്പം ജീവിക്കുന്ന ഭാര്യമാരെയും രഘു നോക്കിയിട്ടുണ്ട്. അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം രഘു അവരുമായി കൂടും. അല്ലെങ്കിൽ വളരെ മാന്യമായി ഒരു സഹോദരൻ എന്ന പോലെ അവൻ പെരുമാറും. പ്രിയ അവളുടെ വീട്ടിലേക്ക് പോകുന്നതും കുട്ടികളെ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോകുന്നതും ഈ രഘുവിൻ്റെ ഓട്ടോയിലാണ്.
ആദ്യ ട്രിപ്പിൽ തന്നെ പ്രിയയെ കിട്ടുമെന്ന് രഘുവിന് മനസ്സിലായി. തന്നോടുള്ള സംസാരവും അവളുടെ താല്പര്യം കണ്ട് രഘുവിന് പിന്നീടൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല. വൈകാതെ തന്നെ അവർ കൂടുകയും ചെയ്തു. പക്ഷെ പ്രിയ കരുതിയിരുന്നത് അവളെ മാത്രമാണ് രഘു സ്നേഹിക്കുന്നതെന്നാണ്. പക്ഷേ ആ വിചാരം പാടെ തെറ്റിയെന്ന് അവൾ അറിഞ്ഞു. നല്ല പണിക്കാരനായ രഘുവിൻ്റെ പണി പ്രിയയ്ക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. എന്നുമില്ലെങ്കിലും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും രഘു അവളുടെ വീട്ടിലേക്ക് വരാറുണ്ട്. പക്ഷേ ജംഷീനയ്ക്ക് പറ്റിയ മണ്ടത്തരമൊന്നും പ്രിയയ്ക്ക് പറ്റിയില്ല. അതിന് പ്രിയയ്ക്ക് മാത്രമല്ല രഘുവിനും നല്ല ബോധമുണ്ടായിരുന്നു. തനിക്കിനിയും ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കണമെന്ന് അവന് ഓർമ്മയുണ്ടായിരുന്നു. രാവിലെ ഓട്ടോ സ്റ്റാൻഡിലേക്ക് പോവുകയാണ് രഘു. അവനിങ്ങനെ സ്റ്റാൻഡിൽ പോയി കിടക്കാറൊന്നുമില്ല. അവൻ്റെ ഓട്ടം കൂടുതൽ ഫോണിലൂടെയാണ്. ഇന്ന് ആരും വിളിക്കാത്തതുകൊണ്ടാണ് അവൻ സ്റ്റാൻഡിലേക്ക് പോകുന്നത്. പകുതി ദൂരം എത്തിയപ്പോഴേക്കും അവന് ഒരു കോൾ വന്നു. ഫോണെടുത്ത് നോക്കി അവൻ പുഞ്ചിരിച്ചു. പ്രിയയാണ് വിളിക്കുന്നത്. ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിരിക്കുന്നു അവളെ ഒന്ന് കണ്ടിട്ട്. രഘുവിന് പ്രിയ നല്ല ഇഷ്ടമാണ്, മറ്റുള്ളവരെ പോലെ അല്ല. ഹലോ പ്രിയ. രഘു കോളെടുത്തു. ഹലോ രഘുവേട്ട, ഓട്ടത്തിലാണോ? അല്ല. പ്രിയ എവിടെയെങ്കിലും പോകുന്നുണ്ടോ? ഏയ്, ഞാൻ പോകുന്നില്ല. രഘുവേട്ടന് ഒന്ന് വീട്ടിലേക്കൊന്ന് വരാൻ പറ്റുമോ? ഇപ്പോഴോ? കുസൃതിയോടെയാണ് രഘു അത് ചോദിച്ചത്. അയ്യടാ, അതിനല്ല, വേറൊരു കാര്യം പറയാനാ. എന്നാ പറഞ്ഞോ. അത് രഘുവേട്ട, ഫോണിലൂടെ പറയാൻ പറ്റില്ല. ഞാൻ സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴിയാ. 10 മിനിറ്റിനുള്ളിൽ അവിടേക്ക് എത്താം. പ്രിയ ഫോൺ വെച്ച് ജംഷിയെ നോക്കി. രഘുവിനെ പറ്റിയും തനിക്ക് അവനുമായുള്ള ബന്ധം ജംഷിയോട് പ്രിയ വിശദമായി പറഞ്ഞിരുന്നു. ജംഷിയുടെ സമ്മതപ്രകാരം തന്നെയാണ് അവൾ രഘുവിനെ വിളിച്ചത്. അതല്ലാതെ അവൾക്ക് വേറെ മാർഗ്ഗമില്ലായിരുന്നു. രഘു സഹായിക്കുകയാണെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കാമെന്ന് പ്രിയക്ക് ഉറപ്പുണ്ടായിരുന്നു. ജംഷിക്ക് രഘുവിനെ അറിയാമെന്ന് മാത്രമല്ല, അവളുടെ ഭർത്താവ് സലീമിൻ്റെ കൂട്ടുകാരൻ കൂടിയാണ് ഈ രഘു. ജംഷിക്ക് സ്കൂട്ടി ഉള്ളതുകൊണ്ട് തന്നെ രഘുവിനെ ഇതുവരെ ഓട്ടം വിളിച്ചിട്ടില്ലെന്ന് മാത്രം. രഘു ഇതറിയുന്നതിൽ ജംഷീനയ്ക്ക് വലിയ പ്രയാസമുണ്ടായിരുന്നു. പക്ഷേ വേറെ നിവൃത്തിയില്ല. പിന്നെ രഘു വിശ്വസ്തനാണെന്നാണ് പ്രിയ ഉറപ്പു തന്നിരിക്കുന്നത്. പുറത്ത് ഓട്ടോ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ട് പ്രിയ എഴുന്നേറ്റു. ജംഷി അവളുടെ കയ്യിൽ പിടിച്ചു. പ്രിയെ, മുഴുവൻ സംസാരിച്ച് സംഗതി നടക്കുമെങ്കിൽ മാത്രം ആള് ഞാനാണെന്ന് പറഞ്ഞാൽ മതി. കഠിനമായ മനോവേദനയോടെയാണ് ജംഷി അത് പറഞ്ഞത്. ഈ ഒരവസ്ഥ നേരിടേണ്ടി വന്നതിൽ അവൾ തീർത്തും തളർന്നിരുന്നു. പ്രിയ തലകുലുക്കി പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ജംഷി അവിടെ തന്നെ ഇരുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. താൻ ഈ ഒരു കാര്യത്തിന് കൂട്ടുപിടിച്ചിരിക്കുന്നത് ഭർത്താവിൻ്റെ കൂട്ടുകാരനെയാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഇത് തനിക്ക് വിനയാകുമെന്ന് ജംഷി ശരിക്കും ഭയന്നു. രഘു വിശ്വസ്തനാണെന്നാണ് പ്രിയ പറഞ്ഞത്. ആയിരിക്കാം. പക്ഷേ ഒരവസരം വന്നാൽ അയാളത് മുതലെടുക്കില്ലെന്ന് ആര് കണ്ടു? താൻ പെട്ടുപോയ കുരുക്കോർത്ത് ജംഷി ഒറ്റയ്ക്കിരുന്ന് പൊട്ടിക്കരഞ്ഞു. രഘുവിനെ അറിയിക്കാൻ പോയത് മണ്ടത്തരമായോ എന്ന് പോലും അവൾക്ക് തോന്നി. പക്ഷേ വേറെന്ത് വഴി? തന്നെ ഈ അവസ്ഥയിൽ ശരിക്കും സഹായിക്കേണ്ടത് പ്രവീണാണ്. പക്ഷേ അവനൊരു പാവം, ഒന്നും അറിയില്ല. ഈ സംഭവം അറിഞ്ഞപ്പോൾ തന്നേക്കാൾ പേടിച്ചത് പ്രവീണാണ്. അവനെ കുറ്റം പറയാൻ പറ്റില്ല. അകത്തേക്ക് വേണ്ടെന്ന് 100 വട്ടം അവൻ പറഞ്ഞതാണ്. തനിക്കായിരുന്നു നിർബന്ധം. ജംഷി. പ്രിയയുടെ വിളി ശക്തമായൊരു നെട്ടലോടെയാണ് ജംഷിനെ കേട്ടത്. പ്രിയ എല്ലാം അയാളോട് പറഞ്ഞെന്ന് അവൾക്ക് മനസ്സിലായി. ഇനി അയാളുടെ മുന്നിലേക്ക് ഇറങ്ങിച്ചെല്ലണം എന്നോർത്ത് അവളുടെ കൈയും കാലും വിറച്ചു. പക്ഷെ ഇരുന്നിട്ടും കാര്യമില്ല, ചെന്നേ പറ്റൂ. ഇന്ന് തന്നെ ഇതിനൊരു തീരുമാനമുണ്ടാക്കണം. വൈകിയാൽ അപകടമാണ്. ജംഷിന് പതിയെ ഇറങ്ങിച്ചെന്നു. സിറ്റ് ഔട്ടിലെ ചൂരൽ കസേരയിലിരിക്കുകയാണ് രഘു. പ്രിയ വാതിലിൽ ചാരി നിൽക്കുന്നുണ്ട്. ജംഷി തല മാത്രം പുറത്തേക്കിട്ട് രഘുവിനെ നോക്കി. പ്രിയ എന്നോടെല്ലാം പറഞ്ഞു. സാരില്ല, ഇതൊക്കെ ഇത്ര വിഷയമാക്കാനുണ്ടോ? ജംഷി പേടിക്കണ്ട, 1 മണിക്കൂർ കൊണ്ട് നമുക്കിത് ശരിയാക്കാം. രഘു പറഞ്ഞത് കേട്ട് ജംഷീനയ്ക്ക് എന്തെന്നില്ലാത്ത ഒരു സമാധാനം തോന്നി. അവൻ തന്നെ കളിയാക്കുമെന്നും കുറ്റപ്പെടുത്തുമെന്നും വൃത്തിയായിട്ട നോട്ടം നോക്കുമെന്നും വിചാരിച്ച ജംഷിയെ രഘു അമ്പരപ്പിച്ചു. ഒരു സുഹൃത്തിനോടെന്ന പോലെയോ
ഒരു സഹോദരൻ എന്ന പോലെയോ വളരെ സൗമ്യമായാണ് രഘു സംസാരിച്ചത്. കുറച്ചു ദൂരം ഓടണം. ജംഷിക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ പോകാം. അല്ലെങ്കിൽ ജംഷി ഒരു ദിവസം പറഞ്ഞാൽ മതി, അന്നത്തേക്ക് നോക്കാം. ഈ നാട്ടിലും അതിനു പറ്റിയ ഡോക്ടർമാരൊക്കെ ഉണ്ട്. എന്നാലും അത് വേണ്ട, അതൊക്കെ പിന്നീട് പ്രശ്നമാകും. രഘുവിൻ്റെ കരുതൽ കണ്ട് ജംഷീനയ്ക്ക് കരച്ചിൽ വന്നു. പ്രശ്നങ്ങൾ ലാഘവത്തോടെ കൈകാര്യം ചെയ്യാനുള്ള അവൻ്റെ കഴിവ് കണ്ട് അവൾക്ക് സന്തോഷവും തോന്നി. രഘുവിനെ കാമുകനായി കിട്ടിയ പ്രിയയോട് ലേശം അസൂയയും തോന്നി. പ്രവീണെ പോലെയല്ല രഘു, കാര്യവിവരമുള്ളവനാണ്. രഘുവേട്ടന് ഒഴിവാണെങ്കിൽ ഇന്ന് തന്നെ. അവൻ്റെ മുഖത്തേക്ക് നോക്കാതെയാണ് ജംഷീന അത് പറഞ്ഞത്. ഞാനൊന്ന് വിളിച്ചു ചോദിക്കട്ടെ. രഘു എഴുന്നേറ്റ് അവൻ്റെ ഓട്ടോയിൽ പോയി ആർക്കോ ഫോൺ ചെയ്തു. എന്നാ ഇപ്പോൾ തന്നെ പോയേക്കാം. ജംഷീനയ്ക്ക് ഇനി വീട്ടിൽ പോകണോ? ഫോൺ ചെയ്ത് വന്ന് രഘു ചോദിച്ചു. അത് പൈസ പൈസ തൽക്കാലം ഞാൻ കൊടുത്തോളാം. പ്രിയേ, നിൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ കുറച്ചെടുത്തോ. ഈ കേസായതുകൊണ്ട് അവരെത്ര ചോദിക്കുമെന്നറിയില്ല. അപമാനഭാരത്താൽ ജംഷിയുടെ തല താഴ്ന്നു. പ്രിയ അവളെയും വിളിച്ച് അകത്തേക്ക് പോയി. എടി, ഉമ്മാക്ക് വിളിച്ച് പറയണ്ടേടി? പ്രിയ ചോദിച്ചു. പറയണം, പക്ഷേ എന്താടി പറയുക? എന്തെങ്കിലും പറ, ഞാൻ മക്കളെ അമ്മയുടെ വീട്ടിലാക്കിയിട്ട് വരാം. 3-4 വീട് അപ്പുറത്താണ് അമ്മായി താമസിക്കുന്നത്. ജംഷിക്ക് നല്ല ക്ഷീണം തോന്നുന്നുണ്ടായിരുന്നു. 30 കിലോമീറ്റർ അങ്ങോട്ടും തിരിച്ചോട്ടോയിൽ യാത്ര ചെയ്തതിൻ്റെ ക്ഷീണം നന്നായിട്ടുണ്ട്. ജീവിതത്തിൽ ചെയ്യേണ്ടി വരുമെന്ന് ചിന്തിച്ചിട്ട് പോലുമില്ലാത്ത ഒരു പാപമാണ് താൻ ചെയ്യുന്നത്. കുറ്റബോധം കൊണ്ട് അവൾ വിങ്ങിപ്പൊട്ടി. ഡോക്ടർ കിടക്കാൻ പറഞ്ഞപ്പോൾ കണ്ണടച്ച ജംഷീന പിന്നെ പോരാൻ നേരത്താണ് കണ്ണു തുറന്നത്. കഠിനമായ വേദനയിലൂടെയാണ് അവൾ കടന്നുപോയത്. 15,000 രൂപയാണ് ഡോക്ടർ ഈടാക്കിയത്. അതും രഘുവിൻ്റെ പരിചയക്കാരനായതുകൊണ്ട് മാത്രം. ഇങ്ങനെയുള്ള കേസിനൊക്കെ 25,000 മുതൽ 30,000 വരെയാണ് സാധാരണ ഈടാക്കാറുള്ളത്. എത്ര ചോദിച്ചാലും കിട്ടുമെന്ന് അയാൾക്കറിയാം. അവർ പ്രിയയുടെ വീട്ടിലെത്തിയപ്പോൾ നേരെ ഉച്ചയായി. കഴിക്കാനുള്ളത് പോരുന്ന വഴിക്ക് ഒരു ഹോട്ടലിൽ നിന്നും വാങ്ങിയിരുന്നു. അവരെ ഇറക്കി രഘു പോയി. രണ്ടാളും അകത്ത് കയറി ഭക്ഷണം കഴിച്ചു. 3 മണിവരെ പ്രിയയുടെ മുറിയിൽ കിടന്നുറങ്ങിയാണ് ജംഷീന അവളുടെ വീട്ടിലേക്ക് പോയത്. വലിയൊരു ഭാരം ഒഴിഞ്ഞ സമാധാനം അവൾക്കുണ്ടായിരുന്നു. രഘുവിന് ഇതൊന്നും വിശ്വസിക്കാനായില്ല. അവൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സംഗതിയാണ് നടന്നത്. ഇന്ന് പോയ ഡോക്ടറുടെ അടുത്ത് ഇതിനു മുമ്പ് 2-3 തവണ അവൻ പോയിട്ടുണ്ട്. പക്ഷേ സലീമിൻ്റെ ഭാര്യ, അവളെ ഈ അവസ്ഥയിൽ കാണുമെന്ന് സ്വപ്നത്തിൽ പോലും അവൻ കരുതിയതല്ല. നല്ല അടക്കവും ഒതുക്കവുമുള്ള പെണ്ണാണ് ജംഷീന. അവൾക്കൊരു സ്കൂട്ടി ഉള്ളതുകൊണ്ട് തന്നെ അധികം ഓട്ടോ ഒന്നും വിളിക്കാറില്ല. എന്നാലും സലീമിൻ്റെ ഉമ്മയും കൊണ്ട് എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടെങ്കിൽ തന്നെ വിളിക്കും. ജംഷിയെ ഒന്ന് ശ്രമിച്ച് പിന്നെ വിട്ടുകളഞ്ഞതാണ് രഘു. നല്ല അച്ചടക്കമുള്ള പെണ്ണാണ് ജംഷി. വളയുന്ന സാധനങ്ങളെ തനിക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകും. പ്രിയയെ ഒറ്റ നോട്ടം കൊണ്ടാണ് വളച്ചത്. എന്നാൽ തലകുത്തി മറിഞ്ഞാലും ജംഷി വളയില്ലെന്ന് അവൻ ഉറപ്പായിരുന്നു. പക്ഷേ ഇന്നത്തെ സംഭവം ഞെട്ടിക്കുന്നതാണ്. എന്നാലും ആരാണവൻ? താൻ മെനക്കെട്ട് നോക്കിയിട്ടും അറിയാതെ പോയ ജംഷിയുടെ ആഗ്രഹം തിരിച്ചറിഞ്ഞ് അവളെ സ്വന്തമാക്കിയ ആ ഭാഗ്യവാൻ ആരാണ്? രഘുവിന് അല്പം നിരാശ തോന്നാതിരുന്നില്ല. പ്രിയയോട് ചോദിച്ചാൽ അത് ആരാണെന്ന് അറിയാൻ പറ്റും. ആരാണെന്ന് അറിയണം. രഘു ഓർത്തു. പെട്ടെന്ന് അവൻ ഫോണെടുത്ത് പ്രിയയ്ക്ക് കോൾ ചെയ്തു. ഹലോ, എന്താ രഘുവേട്ടാ? എടി പ്രിയേ, ജംഷി പോയോ? ആ, അവളൊരു 3 മണിയായപ്പോൾ പോയി. എന്തേ? ഏയ് ഒന്നുമില്ലടി, എനിക്കൊരു കാര്യം അറിയണമായിരുന്നു. എനിക്ക് മനസ്സിലായി. രഘുവേട്ടൻ ഒരു 9 മണിയാകുമ്പോൾ വാ, ഞാൻ നേരിട്ട് പറഞ്ഞു തരാം. ഇന്ന് വരണോടി? ആ, വരണം. ഇന്ന് എന്തായാലും വരണം. ശരിയടി, ഞാൻ വരാം. രഘു ഫോൺ വെച്ചു. പ്രിയ നേരത്തെ തന്നെ ചോറ് കൊടുത്ത് കുട്ടികളെ ഉറക്കി. ഒരാഴ്ചയായി ഒന്ന് കൂടിയിട്ട്. എന്നും രഘുവുമായി കൂടാൻ അവൾക്ക് ആഗ്രഹമുണ്ടെങ്കിലും മക്കളുമായി ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ സ്ഥിരമായി ഒരാൾ വന്നു പോയാൽ അതാരെങ്കിലും ശ്രദ്ധിക്കുമെന്ന് ഒരു പേടി പ്രിയയ്ക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് രഘുവിനെ എന്നും വിളിക്കാത്തത്. അങ്ങനെ പ്രിയ ഭക്ഷണമെല്ലാം കഴിച്ച് പുറത്തെ ലൈറ്റെല്ലാം ഓഫാക്കി രഘുവിനെയും കാത്തിരുന്നു. കൃത്യം 10 മണിയായപ്പോൾ
അവളുടെ മൊബൈലിൽ ഒരു മിസ് കോൾ വന്നു. അത് രഘുവിൻ്റെ സിഗ്നലാണ്. പ്രിയ പോയി അടുക്കള വാതിൽ തുറന്നു. അവിടെ കാത്തുനിന്ന രഘു അകത്തേക്ക് കയറി. പ്രിയ വാതിലടച്ച് കുറ്റിയിട്ടു. രണ്ടാളും ഒരുമിച്ച് മുറിയിലേക്ക് നടന്നു. ഒരു മുറിയിൽ കുട്ടികൾ ഉറങ്ങാണ്, വേറെ മുറിയിലാണ് അവർ പോയത്. മുറിയിൽ കയറി വാതിലടച്ച പ്രിയ സീറോ ബൾബ് ഓൺ ചെയ്തു. ചുവന്ന പ്രകാശം മുറിയിലാകെ നിറഞ്ഞു. രഘു ബെഡിലിരുന്നു. എന്താ രഘുവേട്ടാ, എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞത്? അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പ്രിയ ചോദിച്ചു. ഏയ് ഒന്നുമില്ലടി, അത് ഞാൻ വെറുതെ പറഞ്ഞതാ. എനിക്ക് മനസ്സിലായി, ജംഷിയുടെ കാര്യമല്ലേ, അത് നടക്കില്ല കേട്ടോ. ചിരിച്ചുകൊണ്ടാണ് പ്രിയ പറഞ്ഞത്. എന്ത് നടക്കില്ലെന്ന്? നീ ഒന്ന് പോടി, അതൊന്നും അല്ല. അതല്ലേ, പിന്നെന്താ രഘുവേട്ടാ? അത് ആരാടി ആ ജംഷിയുടെ കാമുകൻ? രഘു ചോദിച്ചു. അതാണോ? അത് പറയാൻ പറ്റില്ല. അതെന്താടി ഞാനറിഞ്ഞ? രഘുവേട്ടനോട് പറയണമെങ്കിൽ എനിക്ക് അവരോടൊന്ന് ചോദിക്കണം. ആ എന്നാ ചോദിക്കുന്നീ. അല്ല, അതറിഞ്ഞിട്ട് രഘുവേട്ടൻ എന്താ കാര്യം? അവൾ ചോദിച്ചു. നിനക്ക് പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞാൽ മതി, രഘു കുറച്ച് കലിപ്പോടെ പറഞ്ഞു. അത് പിന്നെ പറയാൻ പറ്റായികയൊന്നുമില്ല, എന്നാലും അവളോടൊന്ന് ചോദിക്കാതെ. എന്നാ വിളിച്ച് ചോദിച്ചു നോക്കടി, രഘു പറഞ്ഞു. അല്ല, അല്ലെങ്കിൽ എന്തിനാ അവളോട് ചോദിക്കുന്നേ? രഘുവേട്ടനറിഞ്ഞെന്ന് കരുതി ഒരു പ്രശ്നവും ഇല്ല. രഘുവേട്ടനല്ലേ ഇന്നെല്ലാത്തിനും സഹായിച്ചത്, അവൾ പറഞ്ഞു. ഏയ് വേണ്ടടി, ജംഷിയോട് ചോദിച്ചിട്ട് പറഞ്ഞാൽ മതി. ഒന്ന് പോ രഘുവേട്ടാ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ആ പ്രവീണെന്ന് പറയുന്ന പയ്യനാ, അവനെ രഘുവേട്ടൻ അറിയില്ലേ? ആ വയറിങ്ങും പമ്പിങ്ങൊക്കെ ചെയ്യുന്ന അവനാ ആള്. രഘുവിന് പെട്ടെന്നാളെ മനസ്സിലായില്ലെങ്കിലും ഒന്ന് ഓർത്തു നോക്കിയപ്പോൾ പിടികിട്ടി. അവനോ? അവനാണോ സലീമിൻ്റെ ഭാര്യയുടെ? അവനാണോ അവളെ അങ്ങനെയൊക്കെ ആക്കിയത്? ആ രഘുവേട്ടാ, ഞാൻ വിചാരിച്ചത് ജംഷി ഒരു പാവാണെന്നാ. പക്ഷേ അവൾ നമ്മൾ കരുതുന്ന പോലെയൊന്നും അല്ല കേട്ടോ. അല്ലടി, ഇതിപ്പോൾ എന്ന് തുടങ്ങിയതാ അവർ തമ്മിലുള്ള ഈ ബന്ധം? എനിക്കറിയില്ല രഘുവേട്ടാ, ഞാൻ ഇന്നാ അറിയുന്നത്. അതും തീരെ നിവൃത്തിയില്ലാതെ അവൾ പറഞ്ഞപ്പോൾ. അവളിനോട് സഹായം ചോദിച്ചു വന്നതാ, കുറേയായി തുടങ്ങിയിട്ടെന്നാ അവൾ പറഞ്ഞത്. ഓ അങ്ങനെയാണോ? ശരി, എന്നാ നീങ്ങുവാ. രഘു അവളെ അടുത്തേക്ക് വിളിച്ചു. അങ്ങനെ അവരാരംഭിച്ചു. ബെഡിൽ കിടന്ന പ്രവീണോട് ഫോണിലൂടെ കുറുകാണ് ജംഷീന. ഒരു വേള മരിക്കാൻ പോലും ചിന്തിച്ചിരുന്ന അവൾക്കിപ്പോൾ പേടിയൊക്കെ മാറിയിരിക്കുന്നു. പ്രവീൺ ഇങ്ങോട്ട് വിളിക്കാത്തതുകൊണ്ട് ജംഷീന അവനെ അങ്ങോട്ട് വിളിക്കായിരുന്നു. ഇന്ന് നടന്ന കാര്യങ്ങളെല്ലാം അവൾ അവനോട് വിശദമായി പറഞ്ഞിരുന്നു. ഇനി എന്തായാലും കുറച്ച് ദിവസത്തേക്ക് ഒന്നും നടക്കില്ലെന്ന് അവൾക്കറിയാം. പക്ഷേ അവൾക്കത് സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവനോട് ഒന്ന് സംസാരിച്ചാൽ കുറച്ച് സമാധാനം കിട്ടുമെന്ന് കരുതിയാണ് അവൾ അവനെ വിളിച്ചത്. ഇത്ത, ആ രഘുവേട്ടന് ഒന്നും അറിയില്ലല്ലോ? ഏയ് ഇല്ലടാ, ഡോക്ടറെ കാണിക്കാൻ പോവാണെന്ന അയാളോട് പറഞ്ഞത് പ്രിയ. വല്ലാത്തൊരു കുറുക്കനയാൾ. ചെറിയൊരു സൂചന കിട്ടിയ എല്ലാം തീർന്നു. അതെന്താടാ, രഘുവേട്ടൻ ആരോടെങ്കിലും പറയോ? ഇല്ല, അയാൾ ആരോടും പറയില്ല. പക്ഷേ ഇത്തക്കത് പണിയാകും. അതെങ്ങനെ? അതൊന്നുമില്ല. അല്ല, ആ ചേച്ചി എന്തു പറഞ്ഞു? അവളെന്ത് പറയാനാടാ? അവൾ കുറേ ചോദിച്ചെങ്കിലും ഞാൻ ആളെ പറഞ്ഞിട്ടില്ല. എൻ്റെ പൊന്നെത്താ, എൻ്റെ പേരൊന്നും പറഞ്ഞേക്കല്ലേ. പ്രവീൺ ശരിക്കും പേടിച്ചിട്ടുണ്ടെന്ന് ജംഷിക്ക് മനസ്സിലായി. പിന്നെ പ്രവീൺ ഇനിയിപ്പോൾ എങ്ങനെയാടാ? അവനോട് സംസാരിക്കുമ്പോൾ അവൾക്ക് ആഗ്രഹം വരാൻ തുടങ്ങി. എൻ്റെ പൊന്നെത്താ, ഇത്രയൊക്കെ ആയിട്ടും ഇത്തകം മതിയായില്ലേ? മനുഷ്യനിവിടെ മരിച്ച് ജീവിച്ചതാ. പ്രവീൺ പറയുന്ന കേട്ട് ജംഷിനയ്ക്ക് ചിരി വന്നു. അതൊക്കെ കഴിഞ്ഞില്ലേടാ. എന്ന് വെച്ച് എനിക്കിനി പേടിയായിത്താ. എന്തിന്? ഇനി നമുക്ക് ശ്രദ്ധിച്ചാൽ പോരെ? അതുമല്ല, ഇനി അങ്ങനെ വല്ലതുമായ അത് പരിഹരിക്കാനുള്ള മാർഗം നമുക്ക് മനസ്സിലായല്ലോ. ജംഷിനെ പറയുന്ന കേട്ട് പ്രവീൺ അന്തം വിട്ടു. പ്രവീൺ നല്ലതുപോലെ ജംഷിയുടെ സ്വഭാവം അറിയാം. ചില നേരത്ത് ഇത്ത കാട്ടിക്കൂട്ടുന്നത് കണ്ടാൽ ഇത്താക്ക് ഭ്രാന്തായെന്ന് പോലും തോന്നിപ്പോയിട്ടുണ്ട് അവന്. പരതയും ധരിച്ച്
അടങ്ങൊതുങ്ങി ജീവിക്കുന്ന ജംഷീനുടെ യഥാർത്ഥ മുഖം താൻ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് പ്രവീൺ ഓർത്തു. എന്തായാലും കുറച്ച് ദിവസം കഴിയട്ടെ ഇത്ത. എടാ, അത് എനിക്ക് നിന്നെ കാണാൻ തോന്നുന്നു പ്രവി. ഞാനിപ്പോൾ അങ്ങ് വന്നാ ഇത്ത അടങ്ങിയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ശരിയാണെന്ന് ജംഷീനയ്ക്കും അറിയാം. പ്രവീണെ കണ്ടാൽ അവൾ അടങ്ങിയിരിക്കില്ല. ഇത്ത, എന്തായാലും ഇത്ത കുറച്ച് ദിവസം അടങ്ങിയിരിക്കുക, നമുക്ക് നോക്കാം. പിന്നെ പോകാൻ നേരത്ത് ഇത്ത സമ്മതിക്കാതിരുന്നാൽ അതൊന്നും പറ്റില്ല കേട്ടോ. ഇനി അതൊന്നും വേണ്ട. അത് കേട്ട് ജംഷീന ഫോണിലൂടെ ഉറക്കെ ചിരിച്ചു. എന്ത് ചെയ്യാനാണ് പ്രവി, ഇത്താക്ക് പറ്റാനായിട്ടല്ലേ. ആ എന്നാലേ ഇനിയത് വേണ്ട. ആ സാരില്ല, ഞാൻ ശ്രദ്ധിച്ചോളാം, അവൻ പറഞ്ഞു. ശരിയടാ, ഇനി നീ പറയുന്ന പോലെ പോരെ. അല്ല ഇത്ത, ഇത്താക്ക് എത്ര ദിവസം റെസ്റ്റ് വേണം? റെസ്റ്റ് എടുക്കാൻ ഞാൻ എന്താടാ ഇവിടെ പ്രസവിച്ച് കിടക്കാണോ? എന്നാലും ഇതിനെക്കുറിച്ച് റെസ്റ്റ് വേണ്ട ഇത്ത. ആ കൂടുതലൊന്നും ഇല്ലടാ, 2-3 ദിവസം. അത് കഴിഞ്ഞാൽ ഞാൻ വിളിക്കും, അപ്പോൾ ഇങ്ങ് വന്നേക്കണം കേട്ടല്ലോ. ശരി, ഞാനൊന്ന് ആലോചിക്കട്ടെ. ആലോചിക്കാനൊന്നുമില്ല, നീ വരൂ, അത്ര തന്നെ. ആ നോക്കട്ടേന്നേ. എന്താ പ്രവി, ഞാൻ വിളിച്ച നീ വരില്ലേ? ആ വരാ ഇത്ത. ജംഷിയുടെ ആ ചോദ്യത്തിന് അതല്ലാതെ മറുപടി പറയാൻ പ്രവീൺ അറിയില്ലായിരുന്നു. അങ്ങനെ അവർ ഫോൺ കട്ട് ചെയ്തു. പ്രിയയുമായി കൂടിയ ശേഷം വിജനമായ വഴിയിൽ ഓട്ടോ നിർത്തി അതിലിരിക്കുകയാണ് രഘു. സമയം 12 മണി കഴിഞ്ഞിട്ടുണ്ട്. ഫോണിലേക്ക് നോക്കിയാണ് അവൻ ഇരിക്കുന്നത്. അതിൻ്റെ സ്ക്രീനിൽ കാണുന്ന പേരിലേക്ക് അവൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ജംഷി എന്ന പേരിന് നേരെ വിരൽ അമർത്തണോ എന്ന് ആലോചിച്ച് രഘു ഇരിക്കാൻ തുടങ്ങിയിട്ട് നേരം കുറയായി. അവൾക്ക് വിളിക്കാൻ മടിയുണ്ടായിട്ടല്ല, സലീമിൻ്റെ അടുത്ത സുഹൃത്തായ തന്നോടവൾക്ക് വലിയ ബഹുമാനമാണ്. ഒരു സഹോദരൻ്റെ സ്ഥാനത്താണ് അവൾ തന്നെ കാണുന്നത്. പക്ഷേ അവളെ പെങ്ങളായി കാണാനൊന്നും തനിക്കാവില്ല, ഇനി തീരെയാവില്ല. താൻ നേരിട്ട് ചോദിച്ചാൽ എന്തായാലും അവൾക്ക് തരാതിരിക്കാനാവില്ല. കാരണം അവളുടെ ഭർത്താവിൻ്റെ അടുത്ത കൂട്ടുകാരനാണ് താൻ. അവളുടെ ജീവിതം പോലും തകർക്കാൻ പറ്റുന്ന ഒരൊന്നാന്തരം രഹസ്യം തൻ്റെ കയ്യിലുണ്ട്. പക്ഷേ അവളെ അങ്ങനെ എനിക്ക് വേണ്ട. അവൾ തന്നെ എന്നെ വിളിക്കണം, അതാണ് എനിക്കിഷ്ടം. അവൾക്ക് ഇത്രയും ആഗ്രഹമുണ്ടെന്ന് താൻ അറിഞ്ഞില്ലല്ലോ. എന്നാലും ആ പ്രവീൺ അതൊക്കെ മനസ്സിലാക്കി അവളുടെ കൂടെ കൂടുകയും ചെയ്തു. രഘു വീണ്ടും അതെല്ലാം ആലോചിച്ച് ആ ഓട്ടോയിൽ തന്നെ നിന്നു. ആ വഴിയിലൂടെ ഈ നേരത്ത് ആരും വരില്ലെന്ന് അവന് നന്നായി അറിയാം. ഈ നാട്ടിലെ ഓരോ ഊടുവഴിയും അവന് സുപരിചിതമാണ്. വിജനമായ ആ വഴിയിൽ നിർത്തിയ ഓട്ടോയിലിരുന്ന് എത്ര ചിന്തിച്ചിട്ടും അവന് ഒരു ഐഡിയയും കിട്ടിയില്ല. ഈ സമയം ജംഷീനയ്ക്കും ഉറക്കം വന്നതേയില്ല. അവൾ കട്ടിലിൽ കിടന്ന് ആലോചിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ആ രഘുവേട്ടനാണ് ഈ പ്രശ്നത്തിൽ നിന്നും തന്നെ ഊരിയെടുത്തത്. അയ്യോ, അത് മറന്നു. അവിടെ പൈസയൊക്കെ കൊടുത്തത് രഘുവേട്ടനല്ലേ? പാവം, ഓട്ടോടി കിട്ടിയിട്ട് വേണ്ടേ? അവിടെ എത്രയായെന്ന് പോലും ഞാൻ ചോദിച്ചില്ല. അത് മോശമായി പോയല്ലോ. അതുമല്ല, താൻ മരിക്കാൻ പോലും ഒരുങ്ങിയ ഈ പ്രശ്നം മറ്റൊരാൾ അറിയാതെ പരിഹരിച്ചു തന്നതിന് ഒരു നന്ദി പോലും പറഞ്ഞില്ല. ഇപ്പോൾ ഒന്ന് വിളിച്ച് സംസാരിച്ചാലോ? അത്രയും ചിന്തിച്ച് ജംഷി സമയം നോക്കി. 1 മണി ആവാറായി. ഇപ്പോൾ വിളിക്കണോ? പ്രിയ പറഞ്ഞത് രഘുവേട്ടന് രാത്രി ഉറക്കമൊന്നുമില്ലെന്നാ. രാത്രിയും ഓട്ടം ഓടുന്നുണ്ടത്രേ. എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാം. ജംഷി ഫോണിൽ രഘുവിൻ്റെ നമ്പർ തിരിഞ്ഞ് അതിലേക്ക് ഡയൽ ചെയ്തു. ഓട്ടോയിലിരിക്കുന്ന രഘു ജംഷിക്ക് വിളിക്കണമെന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് അവനെ ഞെട്ടിച്ചുകൊണ്ട് അവൻ്റെ മൊബൈൽ റിങ് ചെയ്യുന്നത്. ആ നമ്പറിലേക്ക് നോക്കിയ രഘു ശരിക്കും ഞെട്ടി. ഈ 1 മണി നേരത്ത് ജംഷി തന്നെ വിളിക്കുന്നു. എന്തിന്? പല ചിന്തകളും ഒറ്റ നിമിഷം കൊണ്ട് അവൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. അവന് സന്തോഷവും പേടിയും തോന്നി. എന്തായാലും അവൻ കോൾ എടുത്തു. ഹലോ ഹലോ രഘുവേട്ട, ഇത് ഞാനാ, ജംഷി. ആ എന്താ ജംഷി, ഈ നേരത്ത് നീ ഉറങ്ങിയില്ലായിരുന്നോ? ഇല്ല, അത് രഘുവേട്ടന് ഒന്നും തോന്നരുത്, ഞാൻ പൈസ തരാൻ മറന്നു. എത്ര രഘുവേട്ട അവിടെ കൊടുത്തത്?
അല്പം കൊഞ്ചിക്കൊണ്ടായിരുന്നു ജംഷി അത് ചോദിച്ചത്. അത് രഘുവിന് മനസ്സിലാവുകയും ചെയ്തു. ഏയ്, അതൊന്നും സാരമില്ല ജംഷി, കാര്യങ്ങൾ നടന്നല്ലോ. അയ്യോ, അതല്ല രഘുവേട്ടാ, എൻ്റെ ഇപ്പോൾ കുറച്ച് പൈസയുണ്ട്. എത്രയാണെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ തന്നെ അയച്ചു തരാം. ജംഷിക്കിപ്പോൾ പ്രശ്നമൊന്നും ഇല്ലല്ലോ? രഘു ചോദിച്ചു. അത് കേട്ട് ജംഷി കുറച്ചു നേരം ഒന്നും മിണ്ടിയില്ല. പിന്നെ പതിയെ പറഞ്ഞു, അത് അവിടെ നല്ല വേദന ഉണ്ടായിരുന്നു, ഇപ്പോൾ കുറച്ച് കുറവുണ്ട്. അത് കേട്ടതും രഘുവെന്ന് നെട്ടി. ആണോ? അതിന് വേദന മാറാൻ അവിടുന്ന് മരുന്ന് തന്നില്ലേ ജംഷി? ആ ഉണ്ട്, മരുന്ന് ഞാൻ കഴിച്ചു. രണ്ടാളും കുറച്ചു നേരത്തേക്ക് ഒന്നും മിണ്ടിയില്ല. വിളിച്ച കാര്യത്തെപ്പറ്റി പിന്നെ ജംഷി പറഞ്ഞതുമില്ല. പക്ഷെ എന്തോ അവൾക്ക് ഫോൺ കട്ടാക്കാൻ തോന്നിയില്ല. ഫോണും ചെവിയിൽ വെച്ചുകൊണ്ട് അവൾ കിടന്നു. എന്തായാലും അവൾ ഇങ്ങോട്ട് വിളിച്ച സ്ഥിതിക്ക് അതിൽ പിടിച്ച് കയറാൻ തന്നെ രഘു തീരുമാനിച്ചു. പിന്നെ ജംഷി, ആൾ ആരാണെന്നൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. അതെനിക്ക് അറിയേം വേണ്ട. എന്നാലും ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മതി കേട്ടോ. അത് കേട്ട് ജംഷിക്കൊന്ന് നാണം വന്നു. അവളൊന്ന് മൂളി. എന്നാലും എങ്ങനെയാ ജംഷി തനിക്കിങ്ങനെ ഒരു അബദ്ധം പറ്റിയത്? അവനത്രയ്ക്ക് മണ്ടനാണോ? ഒരു മുൻകരുതലും അവൻ എടുത്തില്ലേ? എന്നിട്ടവൻ തടി ഊരുകയും ചെയ്തു. ജംഷിക്ക് എന്ത് പറയണമെന്നറിയില്ല. ആണുങ്ങൾക്ക് ഒരു നോട്ടവുമില്ല. നീ വേണ്ട ജംഷി ഇതൊക്കെ സൂക്ഷിക്കാൻ. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, അവൻ പൊടിയും തട്ടിപ്പോയി. അനുഭവിച്ചത് മുഴുവൻ നീയും. ശരിക്കും നീയല്ല, അവനാ എൻ്റെ പൈസ തിരിച്ചു തരേണ്ടത്. ആളെ അറിഞ്ഞിരുന്നെങ്കിൽ അവനെ കുത്തിപ്പിടിച്ച് ഞാൻ വാങ്ങിയാനെ. രഘു പറയുന്നതൊക്കെ കാര്യം അറിയാതെയാണെന്ന് ജംഷിക്കറിയാം. പ്രവീണല്ല, താനാണ് ഉത്തരവാദി. പക്ഷേ അതങ്ങനെ രഘുവേട്ടനോട് പറയും? പ്രവീണിനെ കുറ്റപ്പെടുത്തുന്നത് കേട്ടിട്ട് മിണ്ടാതിരിക്കാനും ആവുന്നില്ല. അത് രഘുവേട്ട, അവനൊരു പാവ, അവന് ഒന്നും അറിയില്ല. ജംഷി പതിയെ പറഞ്ഞു. നല്ല പാവ, എന്നിട്ടാണോ ഇതിനൊരു പരിഹാരമുണ്ടാക്കാതെ അവൻ മുങ്ങിയത്? ഒന്നും അറിയാത്തൊരു പാവം. രഘു ഒരു മറയുമില്ലാതെ അവളോട് പറഞ്ഞു. അത് രഘുവേട്ട, അവൻ കുറേ അന്വേഷിച്ചതാ. ഇതിന് പറ്റിയ ഡോക്ടർമാരെന്നും അവൻ അറിഞ്ഞൂടാ. ബാക്കി കാര്യങ്ങളൊക്കെ അവന് കൃത്യമായി അറിയാലോ. അത് അവനല്ല, ഞാനാ. എന്ത്? അത് ഞാനാ അവനെ നിർബന്ധിച്ച്. രഘുവിന് കാര്യം മനസ്സിലായി. അവളുടെ ആഗ്രഹം എത്രമാത്രമുണ്ടെന്ന് അവൻ മനസ്സിലാക്കി. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട ജംഷി, രഘു പറഞ്ഞു. അത് പറ്റിപ്പോയി രഘുവേട്ട, അവൾ ഒന്ന് നാണത്തോടെ പറഞ്ഞു. പ്രവീണോട് മാത്രമേ അവളിങ്ങനെ ഫോണിൽ സംസാരിച്ചിട്ടുള്ളൂ. ഇപ്പോൾ ഭർത്താവിൻ്റെ കൂട്ടുകാരനോട് സംസാരിക്കുമ്പോൾ അവൾക്ക് എന്തെന്നില്ലാത്ത ഒരു നാണം തോന്നി. സാരില്ല, ഇനിയെങ്കിലും ശ്രദ്ധിക്കണം. എപ്പോഴും ഇങ്ങനെ രക്ഷപ്പെടാൻ പറ്റിയെന്ന് വരില്ല. ഇനി ശ്രദ്ധിച്ചോളാം രഘുവേട്ട. ആ പിന്നെ ജംഷി, ഇനി എന്തായാലും കുറച്ച് ദിവസത്തേക്ക് ഒന്നും വേണ്ടട്ടോ. എത്ര ദിവസം രഘുവേട്ട? ശരിക്കും കൊഞ്ചിക്കൊണ്ടാണ് ജംഷി അത് ചോദിച്ചത്. അത് നീ ഡോക്ടറോട് ചോദിച്ചില്ലേ? ഇല്ല. എന്നാ ഞാൻ ചോദിച്ചു. എന്ത്? എത്ര ദിവസം കഴിഞ്ഞിട്ടാ ഇനി പറ്റുള്ളൂ എന്ന്. ആണോ? എന്നിട്ട് ഡോക്ടർ എന്തു പറഞ്ഞു? ഒരു 3 ദിവസം, അത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. ആണോ? പക്ഷേ എനിക്ക് ഇപ്പോഴും വേദനയുണ്ട് രഘുവേട്ട, ജംഷി പറഞ്ഞു. കാര്യം മനസ്സിലാക്കിയ രഘു ഒന്ന് ചോദിച്ചു. ആണോ? എപ്പോൾ തുടങ്ങി? കുറച്ച് നേരമായി. നീ മരുന്ന് കഴിച്ചില്ലേ? ആ, കഴിച്ചതാ. അപ്പോൾ കുറവുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും വേദനിക്കുന്നു. ജംഷിയുടെ സംസാരം എങ്ങോട്ടാണെന്ന് രഘുവിന് മനസ്സിലായി. ഇനിയിപ്പോൾ എന്തു ചെയ്യും? ഡോക്ടറെ കാണണോ? ഏയ് വേണ്ട. എന്നാ ജംഷി, ഞാനൊരു കാര്യം പറയാം. എന്താ രഘുവേട്ട? വേദന മാറാൻ ഒരു ഐഡിയ ഉണ്ട്. എന്ത്? അത് നിനക്കിപ്പോൾ അവനൊന്ന് വിളിക്കാൻ പറ്റുമോ? ആരെ? പ്രവീണിനെയോ? ആ, അവനെ തന്നെ. എന്തിന്? അപ്പോൾ ഇതിൻ്റെ ബാക്കി ഇനി ഇവിടെ എന്താ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അടിയിൽ കമൻറ്റ് ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്.
ആ ലിങ്കിൽ കയറി എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, അതൊരു പ്രീമിയം ചാനലാണ്. അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ വേഗം പോരട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും കാത്തിരിക്കുക.